അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമുക്ക് ചെറിയൊരു രണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ടു കാറ്റഗറീസ് ഓഫ് ആന്ത്രോപോയിഡിയുടെ രണ്ട് കാറ്റഗറീസ് ഏതാന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആണ്. ആന്ത്രോപോയിഡിയെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഉറാങ്ങുട്ടാൻ, ഗിബ്ബൺ, കൊരങ്ങൻ, ഇവരെല്ലാവരും കൂടി പണ്ട് ഒരു തറവാട്ടിലായിരുന്നു. ആ തറവാടിന്റെ പേരാണ് ആന്ത്രോപോയിഡിയെ. അതിൽ കൊരങ്ങന്മാരും തെറ്റിപ്പോയി, പിന്നെ മറ്റൊരു വേറെ ടീമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാറ്റഗറീസ് ഏതാന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ചോദ്യമാണ്. രണ്ടാമത്തത്, കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ്. എയ്പ്സും ഹ്യൂമൻസും ഉൾപ്പെടുന്ന കോമൺ കാറ്റഗറി ഏത്? ആൾക്കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെടുന്ന പൊതുവിഭാഗം ഏത് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതില് ആൾക്കുരങ്ങ് എന്ന് പറയുന്ന, എയ്പ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോ ഒരു വാക്കോ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എവിടെ തപ്പിയാലും കിട്ടൂല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ഈ ഒരു പിക്ചറിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യര്, അതുപോലെ തന്നെ ചിമ്പാൻസി, ഗൊറില്ല, ഉറാങ്ങുട്ടാന്, ഗിബ്ബണ്, മങ്കി, നമ്മളെല്ലാവരും, പിന്നെ വേറെയും കുറെ ടീമിന് കേട്ടോ, ഇവരെല്ലാവരും പണ്ട് പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലായിരുന്നു. പ്രൈമേറ്റ്സ്. ആ പ്രൈമേറ്റ്സിൽ നിന്ന് ഈ മങ്കി, ഗിബ്ബണ്, ഉറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, നമ്മളെ പോലുള്ള ആളുകളുണ്ടല്ലോ, നമ്മൾ ഈ ടീം എന്ത് ചെയ്തു, വേറൊരു ടീം ഉണ്ടാക്കിയിട്ട് പോന്നു. വേറൊരു ടീം ആക്കി പോന്നു. അവിടെ ഒരു വൈബിൽ, ഒരു രസത്തിൽ, ഒരു എന്റർടൈൻമെന്റിൽ, നമ്മൾ ഒരു 5 പൈസക്ക് ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിന്ന് പോന്നു. പ്രൈമേറ്റിന്റെ ആ ടീമിൽ നിന്ന് പോന്നിട്ട് പ്രൈമേറ്റിനെ തന്നെ ഒരു 2-3-4 ഡിവിഷൻസ് ഒക്കെ വന്നു. അതിലൊരു ഡിവിഷനാണ് ഏത്? ആന്ത്രോപോയിഡിയെ. എന്താണ്? ആന്ത്രോപോയിഡിയ. അപ്പൊ നമ്മൾ ഏറ്റവും പഴയ തറവാട് ഏതായിരുന്നു? പ്രൈമേറ്റ്സ് ആയിരുന്നു. ആ പ്രൈമേറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരു തറവാട് ക്രിയേറ്റ് ചെയ്തു. അറക്കൽ തറവാട് എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു തറവാട് ക്രിയേറ്റ് ചെയ്തു. അതാണ് ആന്ത്രോപോയിഡിയ. ഈ ആന്ത്രോപോയിഡിയിലാണ് നമ്മൾ ഇത്രയും ആൾക്കാരുള്ളത്. ഇനി ആ ആന്ത്രോപോയിഡിൽ നമ്മൾ സന്തുഷ്ടരായിട്ട് ജീവിക്കായിരുന്നു. ആരൊക്കെയുണ്ട്? മനുഷ്യനുണ്ട്, ചിമ്പാൻസി, ഗൊറില്ല, ഉറാങ്ങുട്ടാൻ, ഗിബ്ബൺ, മങ്കി. ഭയങ്കര എൻജോയ്മെന്റ്. എൻ്റെ മോനെ സീനി ലൈഫായിരുന്നു അന്നൊക്കെ. ഭയങ്കര ഒരു റൂം മൊത്തം ചിമ്പാൻസി, ഒരു റൂം ഗൊറില്ല, ഒരു റൂം ഗിബ്ബൺ, പിന്നെ ഒരു ചെറിയ കുഞ്ഞു റൂമുണ്ട്, അത് കുരങ്ങന്മാർക്ക് എൻജോയ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് കാറും ബസ്സും ലോറിയും നമ്മൾ വിഷയം വീടായിരുന്നു. കീണ്ടൽ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫംഗ്ഷൻസ്, എന്റർടൈൻമെന്റ്സ്, അങ്ങനെ നമ്മൾ ഭയങ്കര ജാളി ജൂളിയായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാത സാഹചര്യത്തിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയണം, നമ്മുടെ കൂട്ടത്തിലുള്ള മങ്കി ഒരു ദിവസം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം എല്ലാവരും വിളിച്ചു വരുത്തി, വരൂ എല്ലാവരും ഇരിക്കും, എല്ലാവരും ഡൈനിങ് ഹാളിൽ കസേരൊക്കെ ഇട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്നു. എല്ലാവരും ഇരുന്നിട്ട് മങ്കി പറഞ്ഞു, നിങ്ങളുടെ മൂട്ടിലേക്ക് നോക്കൂ. അപ്പൊ എല്ലാവരും നോക്കി. എന്താ പ്രശ്നം എന്നോ? എടാ, നിങ്ങളുടെ മൂട്ടിൽ വാലുണ്ടോ? നിങ്ങളുടെ മൂട്ടിൽ വാലില്ല. നിങ്ങൾ വിത്തൗട്ട് ടൈലാണ്. പക്ഷെ ഞാൻ വിത്ത് ടൈലാ, ഞാൻ ഹാവിങ് ടൈലാ. ഞാൻ വാലുള്ളവനാണ്. നിങ്ങൾ വിത്തൗട്ട് ടൈലാണ്, നിങ്ങൾ വാലില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി എനിക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഈ തറവാട്ടിൽ ഇനി ഞാനില്ല. ഞാൻ വേറെ തറവാട്ടിൽ പോവാണ്. ഞാൻ കുറച്ച് നിലവാരമുള്ള ആൾക്കാരാണ്. എനിക്ക് വാലുണ്ട്. ഞാൻ മങ്കിയാണ്. എനിക്ക് വാലുണ്ട്. ഞാൻ വിത്ത് ടൈലാണ്. നിങ്ങൾ വിത്തൗട്ട് ടൈലാണ്. നിങ്ങൾക്ക് വാലില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് മങ്കി, അപ്പം നമ്മൾക്ക് ആകെ സങ്കടമായി. നമ്മൾ ഒരു തറവാട്ടിൽ ജീവിച്ച ആളുകളല്ലേ. ഗിബ്ബൺ, ഉറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമണൊക്കെ പറഞ്ഞു, മങ്കി അത് മെയിൻ്റെ ഉണ്ട്, അത് പോട്ടെ, എനിക്ക് വാലുണ്ട്, ഓക്കെ ഫൈൻ, പ്രശ്നമില്ല. പക്ഷെ എന്നാൽ ഈ നമ്മളെ കുടുംബത്തിൽ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. മങ്കിനെ കുറെ സമാധാനപ്പെടുത്താൻ നോക്കി. എവിടെ മങ്കി, ഞാൻ വാലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. മങ്കി പിന്നെയും ഭയങ്കര ചൂടാവല്. ഒരു നിലക്കും മങ്കി കുറഞ്ഞു കൊടുക്കണില്ല. അവസാനം മറ്റേ ടീം, ഏത്, ഗിബ്ബൺ, ഉറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പെയ്ക്കോ, ഈ പോണനെയാണ് നല്ലത്, ഈ പെയ്ക്കോ, പോ. എടാ, അനക്ക് വാലുണ്ട് തന്നെ ഉള്ളൂ, പക്ഷെ അനക്ക് സ്മാൾ സൈസ്ഡ് ബ്രെയിനാ, ചെറിയ മസ്തിഷ്കമാണ്, അനക്ക് ബുദ്ധിയില്ല. പക്ഷെ ഞങ്ങൾക്ക് വലിയ മസ്തിഷ്കമാണ്, ഞങ്ങൾ ബിഗ് സൈസ്ഡ് ബ്രെയിനാ. അതുകൊണ്ട് ഈ ഞങ്ങളെ കൂട്ടത്തിൽ വേണ്ട, നീ പൊക്കോ. മങ്കി ഞെട്ടിപ്പോയി. മങ്കി ആദ്യം ഇത് വിചാരിച്ചിട്ടില്ല ഇവർ ഒഴിവാക്കുന്നുള്ളത്. കുറെ കഴിഞ്ഞപ്പോൾ ഇവർ ഒഴിവാക്കിയില്ലേ. മങ്കി ആകെ എന്ത് ചെയ്തു, അടി പോയി. ലാസ്റ്റ് മങ്കി തെറ്റിപ്പിരിഞ്ഞു പോയി. ആന്ത്രോപോയിഡി എന്ന് പറയുന്ന കുടുംബം അങ്ങനെ ആ ദിവസം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വാലുള്ള ചെറിയ മസ്തിഷ്കമുള്ള മങ്കി എന്ന് പറയുന്ന ആ ഒരു ചങ്ങായി വേറൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു. ആ ഫാമിലിയുടെ പേരാണ് സെർക്കോപിത്തിക്കോയിഡിയെ. എന്താണ് പേര്? സെർക്കോപിത്തിക്കോയിഡിയെ. കാരണം മങ്കി മാത്രം ഒറ്റക്കാണല്ലോ, ബാക്കിയുള്ള എല്ലാവരും വേറൊരു ടീമാണ്. അങ്ങനെ മങ്കി ഒറ്റയ്ക്കായതുകൊണ്ട് മങ്കിക്ക് ആകെ ഡിപ്രഷനായി, ഒരു സൈക്കോ ആയി മാറി. അതുകൊണ്ട് അവന്റെ കുടുംബത്തിന്റെ പേര് സെർക്കോപിത്തിക്കോയിഡിയെ. എന്നാ മറ്റൊരു നമ്മൾ ഈ വാലുള്ള ബിഗ് സൈസ്ഡ് ബ്രെയിൻ, വലിയ മസ്തിഷ്കമുള്ള വലിയ ബുദ്ധിയുള്ള ഗിബ്ബൺ, ഉറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൺ ഒക്കെ വേറൊരു ടീം ക്രിയേറ്റ് ചെയ്തു. അതാണ് ഹൊമിനോയിഡിയെ. അങ്ങനെ അന്നേ ദിവസം രാത്രിക്ക് രാത്രി അത് സംഭവിച്ചു. ആന്ത്രോപോയിഡിയെ 2 കാറ്റഗറി ആയിട്ട്, 2 തറവാടായിട്ട്, 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് സെർക്കോപിത്തിക്കോയിഡിയെ, ഉദാഹരണമാരാണ് മങ്കി. 2 ഹൊമിനോയിഡിയെ, ഉദാഹരണമാരാണ് ഗൊറില്ല, ചിമ്പാൻസി, ഉറാങ്ങുട്ടാൻ, ഗിബ്ബൺ, ഹ്യൂമൺ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 കാറ്റഗറീസ് ഓഫ് ആന്ത്രോപോയിഡിയ എന്താണ്? സെർക്കോപിത്തിക്കോയിഡിയ ആൻഡ് ഹൊമിനോയിഡിയ.
അത് കിട്ടി. എന്നാ ഇനി രണ്ടാമത്തെ ചോദ്യം, കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ്. എയ്പ്സും ഹ്യൂമൻസും ഉൾപ്പെടുന്ന കോമൺ കാറ്റഗറി ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഹ്യൂമൻ ഇയാളാണ്, ഓക്കെ, മങ്കി ഇയാളാണ്. അപ്പൊ എയ്പ്സ് ആരാ? എയ്പ്സ് ഗൊറില്ലയാണോ? ആണോ? ചിമ്പാൻസി ആണോ? ഉറാങ്ങുട്ടാനാണ്? ഗിബ്ബണാണ്? എടാ ഇവരെല്ലാവരെയും കൂടി കോമൺലി വിളിക്കുന്ന പേരാണ് എന്ത്? എയ്പ്സ്. എന്താണ് പേര്? എയ്പ്സ്. എയ്പ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താന്ന് ചോദിച്ചാൽ ആൾക്കുരങ്ങുകൾ എന്നാണ് വിളിക്കുക. എന്ത് കുരങ്ങുകൾ? ആൾക്കുരങ്ങുകൾ. ആൾക്കുരങ്ങ് അല്ലെങ്കിൽ മനുഷ്യക്കുരങ്ങ് എന്നും പറയൂട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ആൾക്കുരങ്ങ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ആൾക്കുരങ്ങ് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ആൾക്കുരങ്ങും അതുപോലെ തന്നെ മനുഷ്യരും ഉൾപ്പെടുന്ന, എയ്പ്സും ഹ്യൂമൻസും ഉൾപ്പെടുന്ന കാറ്റഗറി ഏതെന്നുള്ളതാണ് ചോദ്യം. ഇവരാണല്ലോ എയ്പ്സ്, ആൾക്കുരങ്ങുകൾ. പിന്നെ ഇത് ഹ്യൂമൻ, മനുഷ്യർ. ഇവർ രണ്ടുപേരും ഉൾപ്പെടുന്ന ആ കോമൺ കാറ്റഗറി ഏതാണ്? ഹൊമിനോയിഡിയെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹൊമിനോയിഡിയെ. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഇത് മുത്തുകളെ, നമ്മളെ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റിലെ അസ്ത്രന്റെ ബാച്ചിൽ ഏകദേശം 20,000 ആൾക്കാരാണ് ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബാച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾക്ക് പറയാൻ സാധിക്കും, അത് സൈരത്തിന്റെ അസ്ത്ര ബാച്ചാണ്. അപ്പൊ നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വേഗം കണക്ട് ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് മിന്നിച്ച് സൂപ്പറായിട്ട് ഗംഭീരമായിട്ട് വിഷയമായിട്ട് പഠിക്കുക. ബയോളജി മാത്രമല്ല, എല്ലാ വിഷയങ്ങളും A+ അടിക്കും. ബയോളജി എന്തായാലും അടിക്കും. അപ്പോൾ ഓക്കെ, അടക്കലിനെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ മുത്തുകളെ പോയി വരാം. സുഖമല്ലേ? അപ്പോൾ എൻജോയ് ചെയ്യുക, ഉഷാറാക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ ബാക്കി പാക്കലാം.